അപ്പൊ നമ്മളിവിടെ സ്ലാബ് പിന്നെ നിരത്താൻ പോകട്ടോ, കുമ്മായം പരത്തി ലെവലാക്കുക കേട്ടോ ഇതിന്റെ മുകളില്. എന്നിട്ട് ഇത് പിന്നെ വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മള് ഇതിന് മുന്നേ വെള്ളം ഇതിന്റെ കൂടെ ലീക്കാണ് പ്രശ്നം ഉണ്ടായത്. അതിന്റെ അടിയിൽ കിച്ചണാണ്, ആ കിച്ചന്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്ന പ്രശ്നം ഉണ്ടായത്. അപ്പൊ നമ്മൾ ആദ്യം ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടോ, അവിടെ തൊട്ട് ഇതുവരെ കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ 2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ പട്ടി വെച്ചിന് കണ്ടില്ലേ പലക ഒരു നീളമുള്ള റീഫർ വെച്ചിട്ട് നേരെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടോ. ഇവിടെ സ്ലാബ് തമ്മിൽ മുട്ടിച്ചില്ലേന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൂച്ച കടക്കണ പ്രശ്നം, വെള്ളം കടക്കുക, എന്നിട്ട് കിച്ചണിലേക്ക് പോകട്ടോ, വെള്ളം പോണ പ്രശ്നം ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ പരിഹാരമാക്കിന്. എന്നിട്ട് അടിഭാഗത്ത് കിച്ചണാണ്, അപ്പോൾ കിച്ചണിലേക്ക് പോണ പ്രശ്നം ഉണ്ടായിന്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നേരെ കോൺക്രീറ്റ് ചെയ്ത് ഇനി ഇതിൻ്റെ മുകളിൽ കുമ്മായം പരത്തട്ടോ. അത് എങ്ങനെ കാണിക്കട്ടോ വീഡിയോയിൽ. ഇത് മൊത്തമായിട്ട് പരത്തിയിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ഉണ്ടാവും. ആ വാട്ടർ പ്രൂഫ് നമ്മളെ മറ്റേ ചാനലുണ്ടാവും, അതിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മള് ഇങ്ങനെ ഇന്ന് പരത്തിലാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പരത്തി ഇങ്ങനെ പോകുന്നു കേട്ടോ. ഏകദേശം അതുകൂടെ അങ്ങനെ കഴിയാനായിരുന്നു. പരത്തിനെന്താ വെച്ചാൽ പരത്തിയാൽ ഇതിൽ കുറച്ച് വാട്ടർ പ്രൂഫ് മതി, കുറച്ച് സാധനം മതി, മെറ്റീരിയൽസ് കുറച്ച് മതി. നമ്മൾ ചൂടാക്കി വലിക്കുന്ന സാധനം കുറച്ച് മതി. മറ്റേതാകുമ്പോൾ കുന്നും കുഴിയാകുമ്പോൾ കൂടുതൽ സാധനം വേണ്ടി വരും. അതിനാണ് ഇത് പരത്തുന്നത്. ഇത് ഇവിടെ കുറേ മെറ്റൽ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. നമ്മളെ റോഡിൽ ധാര വർക്ക് ചെയ്താൽ കുറേ മെറ്റൽ പൊന്തി കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടമാനം സാധനം മെറ്റൽ പൊന്തി കിടക്കുന്നുണ്ട്. ഇതിലാകുമ്പോൾ കുറേ സാധനം ചിലവാകും. മെറ്റലേ പൊന്തി കിടക്കുന്നതുകൊണ്ടേ കൂടുതൽ സാധനം വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ബോധ്യം ഉണ്ടാവില്ല, എന്തിനാ പരത്തിന് വയ്ക്കുന്നത്. കൂടുതൽ സാധനമാവും, കിലോന് 550 റുപ്യാണ് സാധനത്തിന്. അപ്പോൾ കൂടുതൽ സാധനം ആവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പരത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പരത്തി കഴിഞ്ഞാൽ കുറച്ച് സാധനമേ ഉള്ളൂ. അപ്പോൾ ഒരു 10 കിലോ വരേണ്ട അടുത്തൊക്കെ ഒരു 5 കിലോ സാധനമൊക്കെ വരുള്ളൂ, പകുതി സാധനമൊക്കെ വരുള്ളൂ. പിന്നെ നല്ല മിനുസുണ്ടെങ്കിൽ അതിൽ കൂടെ അങ്ങനെ പൊട്ടി പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകാം ചൂടാക്കിയാൽ. മറ്റേ കുന്നും കുഴിയിലൊക്കെ ഇറങ്ങുമ്പോൾ കൂടുതൽ സാധനം വരും. അപ്പോൾ അതിനാണ് ഇത് പരത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഈ സ്ലാബ് ഇത് മൂല ഇങ്ങനെ പൊട്ടിയിട്ടേ ഈ മൂല ക്രോസിൽ ഇങ്ങനെ സ്ലാബിൽ വിള്ളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ പട്ടിക വെച്ചൊക്കെ എടുത്ത് ഒഴിവാക്കട്ടോ. എന്നിട്ട് ആ ലീക്ക് അടക്കാൻ പോകുന്നു കേട്ടോ. ഈ ജോയിന്റ് ഇങ്ങനെ പൊട്ടുണ്ട്, ആ പൊട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ ആ ക്രോസിൽ നീളക്കനെ സ്ലാബ് പൊട്ടിയിട്ടുണ്ടോ, 2 കുയ്യടി വരുന്ന ഭാഗം അങ്ങനെ കൂർപ്പിച്ച് വരുന്ന ഭാഗത്തൊക്കെ പൊട്ടുണ്ട്. ഇതിന് മൂർത്താവൊക്കെ പൊട്ടീന്. അപ്പോൾ നമ്മൾ ഇതിൽ പട്ടിക വരിച്ചത് ഓടേന്, ഇതിന് മുകളിൽ ഓട് മാറ്റിയിട്ട് ഈ പട്ടി വരിച്ചൊക്കെ ഇതുണ്ടല്ലേ. ഇത് നമ്മൾ ഇങ്ങനെ ഉള്ളിയോട് കുത്തേണ്ട ആവശ്യമില്ല ഇല്ലേ, സാധനം പോകുന്നത് അത്രയും ഉറപ്പില്ല കേട്ടോ. ഇത് ആണേ തീരെ ഉറപ്പില്ല. അന്നത്തെ കാലത്ത് അന്നത്തെ ഇതിൽ ആരോ കരാറിൽ ലോക്കൽ പണി എടുത്തിച്ചാണ് ഇല്ലേ. ഇതിലാണ് ഈ ഓടൊക്കെ നിന്നിന്, സാധനം ഇളക്കിയാൽ പോരും അമ്മാരിത് ഇല്ലേ, ഉറപ്പില്ല, സ്ട്രോങ് ഇല്ലാതെ. ഇത് കുമ്മായം ശരിക്കും 3ക്ക് 1 ഇട്ട് ചെയ്യണം ഈ ഓടിൻ്റെ ഒക്കെ. ഇതാണെങ്കിൽ ഇതൊക്കെ 8-ന് 1 ഇട്ട് ചെയ്തിന്. ചൂടാകുമ്പോൾ വേഗം പൊട്ടിപ്പോരും സാധനം. തീരെ ഉറപ്പില്ല ഇല്ലേ. ഇത് ഈ വെട്ടിൻപോട് തന്നെ മേടുമ്പോൾ സാധനം അങ്ങനെ പോരണ്ടില്ലേ, തീരെ ഉറപ്പില്ല. പിന്നെ എങ്ങനെ കൊടുക്കുക. അപ്പോൾ നമ്മളിത് എങ്ങനെ ലീക്ക് അടക്കണമെന്ന് എങ്ങനെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഈ മൂലയുടെ ലീക്ക് എങ്ങനെ അടയ്ക്കുന്നത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ക്ലീനിങ്ങിലാട്ടോ. അത് കിട്ടുകി ഫുള്ള് ക്ലീൻ ചെയ്യാണ്. അപ്പം കൊണ്ട് നോക്കി ക്ലീൻ ചെയ്യാം കേട്ടോ. മൊത്തം ഇവിടെ ക്ലീനിങ്ങിലാണ്. അപ്പോൾ നമ്മളിവിടെ ക്രാക്ക് ഉണ്ട്, ആ ക്രാക്ക് കാണിച്ചു തരാം എങ്ങനെ ലീക്കാകണത്. കണ്ടില്ലേ ക്രാക്ക്, ഇതേമാതിരി ക്രാക്ക് ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് ക്രാക്ക്, ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ പറയല്ലോ ഓടിട്ടാണ്ട് എങ്ങനെ ഇത് ലീക്കാകണെന്ന്. എന്താ ലീക്കാകണെന്ന് ഞാൻ പറഞ്ഞതാ. ഈ സാധനം ഒറ്റപ്പാത്തി ഉണ്ടല്ലോ, ഈ ഒറ്റപ്പാത്തി നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. വെള്ളം ഈ റൂം ഒന്നായിട്ട് ഒറ്റപ്പാത്തി ഇട്ടിട്ട് ചെറിയ വെള്ളം ഇതിലെങ്ങനെ ഇറങ്ങിയിട്ട് മൊത്തം ഈ ക്രാക്ക്, ഇതേപോലത്തെ ക്രാക്ക് ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ അടിയത്തെ സീലിംഗ് ഒന്നായിട്ട് പോയിന്. മൊത്തം സീലിംഗ് ഒന്നായിട്ട് പോയിട്ട് വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് നാശമായിന്. അപ്പോൾ ഒരിക്കലും ഈ ഒറ്റപ്പാത്തി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ആരും യൂസ് ചെയ്യരുത്. ഇതേപോലെ അതുവരെ ക്രാക്ക് കേട്ടോ, പൊരിഞ്ഞ ക്രാക്ക് ഇങ്ങനെ ഓവർ പൊട്ടീന്, നല്ല പൊട്ടലാണ് മേലേക്ക് കണ്ടില്ലേ. ഇവിടെ ഒക്കെ പൊട്ടീന്, ഇത് പൊട്ടീന്. ഞങ്ങൾ ഇതിൻ്റെ മുകളിലുള്ള പട്ടിക വരച്ചൊക്കെ ഞങ്ങൾ എടുത്ത് ഒഴിവാക്കി, ഓടെടുത്ത് ഒഴിവാക്കി, പട്ടികൊക്കെ ഒഴിവാക്കിന്. എന്നിട്ട് ഞങ്ങൾ ഈ ക്രാക്ക് അടക്കാട്ടോ. ഇത് BRPയുടെ വാട്ടർ പ്രൂഫാണ് അത് ചെയ്യണത്. അപ്പോൾ നമ്മൾ
ഇത് ഈ പട്ടിക സൈഡിലുള്ള പട്ടിക എടുത്ത് പൊട്ടിച്ച് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇത് ക്രാക്ക് അടക്കാം കേട്ടോ. മൊത്തത്തിൽ ഇതിൽ ഈ മൂർത്താവൊക്കെ നല്ല പൊട്ടല, പെരുമ്പൊട്ടല. അപ്പോൾ ഈ ഓടുമെന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വീണിട്ട് റൂമിൻ്റെ സീലിംഗ് ഒന്നായിട്ട് നാശമാകുകയാണ്, ഒന്നായിട്ട് ലീക്കാണ്. വെള്ളം മഴ തുള്ളി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട്. അപ്പോൾ ഇനി അത് ജീവിതകാലം വരെ ഉണ്ടാവില്ല. അതാണ് ഈ BRPൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ഞങ്ങളിങ്ങനെ ലീക്ക് അടച്ചിട്ടോ, മൊത്തത്തിൽ ലീക്ക് അടച്ചു തരാം. ഇവിടെ ചൂടാക്കണ്ട്, ആ ചൂടാക്കണേ അതേമാതിരി കൊണ്ടുവന്നിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ചടക്കട്ടോ. ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ചടക്കാണ്. ചൂടാക്കണ്ട്, അവിടെ ഇങ്ങനെ ചൂടാക്കണ്ട്. ആ ചൂടാക്കിയ സാധനം ഇതിൽ ഒഴിക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ അടിക്കുക. സിമ്പിൾ പരിപാടി. ഇത് നേരെ സ്ലാബ് ചെരുവാട്ടോ, ചെരുവായിട്ട് രണ്ട് ഭാഗത്തേക്ക് അന്നത്തെ ആരോ വാർത്തതാണ്. എന്നിട്ട് ഒന്നായിട്ട് പൊട്ടിക്കീറി, നേരെ നേരെ ഇങ്ങനെ ക്രോസിൽ പൊട്ടീന്. ആ സൈഡും പൊട്ടിന്, ഈ സൈഡും പൊട്ടീന്. ആകെ കുറച്ചായിട്ടുള്ളൂ ഇതൊക്കെ വാർത്തിട്ട്, അപ്പോത്തിന് ഇത് പൊട്ടീന്. ഏത് സിമെന്റാ ഉപയോഗിച്ച് നമുക്കറിയില്ല. ഇത് മൊത്തം ക്രാക്കാണ്. നിങ്ങൾ കണ്ടില്ല ക്രാക്ക് ഞാൻ വീഡിയോയിൽ ഇട്ടുതരാം, കാണിച്ചു തരാം. പൊരിഞ്ഞ പൊട്ടല, ഇവിടെ തൊട്ട് അതുവരെ പൊട്ടീന്. ഏതാള് വാർത്തായിരിക്കരാ നമുക്കറിയില്ല. അപ്പൊ കുറ്റം പറയാൻ പാടില്ല. ഇങ്ങനെ പൊട്ടലിനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ ക്രാക്ക് ഉണ്ട് കേട്ടോ, ക്രാക്ക്. സാധനം ഇതിക്ക് ഇങ്ങനെ ചൂടോടെ തീക്ക് ഒഴിക്കുക, എന്നിട്ട് ഈ ക്രാക്കുള്ളടത്ത് ഇങ്ങനെ അടിക്കുക. ഒരുവിധം പൊട്ടലൊക്കെ നമ്മൾ ചെറിയ ചെറിയ പൊട്ടലൊക്കെ കണ്ടത്, ഇതാ അസാജാതി പൊട്ടല പൊട്ടി മൊത്തത്തിൽ. ഇനി എന്താ ഇടി വെട്ടിയതാണോ നമുക്കറിയില്ല. സംഭവം ഇത് നല്ല പൊട്ടലാണ്. ഇടി വെട്ടിയാൽ ശരിക്കും ഓടൊക്കെ പൊട്ടണ്ടേ, ഓടൊന്നും പൊട്ടിയില്ല. ഇത് ക്രാക്കാണ്. സിമെന്റിന്റെ മോശമാണ് തോന്നുന്നത്, സിമെന്റിന്റെ ഫാൾട്ടാണ്. ഇപ്പോഴത്തെ സിമെന്റ് ഒന്ന് ഗ്രേഡ് കുറവാണ്, പറ്റ ഗ്രേഡ് കുറവിട്ട് ആ സിമെന്റ് ടൈൽ ഇറങ്ങണ അറിയാം, സിമെന്റ് ഇറങ്ങുന്നത്. അപ്പോൾ ആ സിമെന്റിന്റെ മോശം കൊണ്ടാണ് ഈ പൊട്ടുണ്ടാവുന്നത്. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് പൊട്ടണേ, സിമെന്റ് പൊട്ടാണ്. ടൈൽ ഇറങ്ങണ അറിയാം, സിമെന്റ് ഇറങ്ങി. ഓരോ പേരിൽ ഓരോ ടൈപ്പ് സിമെന്റ് ഇറങ്ങി. ആദ്യം ആകെ 2-3 സിമെന്റ് ഉള്ളതിന് ആദ്യം ഇറങ്ങിയത് ACC, മലബാർ, ശങ്കർ, അങ്ങനെ ആ ടൈപ്പ്. ഇപ്പോൾ മത്തി കണക്കിന് സിമെന്റാണ്. ഏത് വീഡിയോ നോക്കിയാലും ടൈലിന്റെ പേര് എങ്ങനെയൊക്കെ ഉണ്ട്, ടൈൽ ഇറങ്ങണി അതേപോലെ സിമെന്റ് ഇറങ്ങി. അപ്പൊ നമ്മൾ പറഞ്ഞത് ക്രാക്ക് ഇങ്ങനെ അടയ്ക്കുക. ഇത് സിമെന്റിന്റെ മോശം കൊണ്ടാണ് കേട്ടോ വാർപ്പ് പൊട്ടണേ. ഈ പണിക്കാരെ കുഴപ്പം കൊണ്ടൊന്നല്ല. സിമെന്റ് മോശമാണെങ്കിൽ വാർപ്പ് ഏതും പൊട്ടും. പണിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്രോസിൽ വേഗം പൊട്ടും സിമെന്റ് മോശമാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടോ, മുകളിൽ ഇതിങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്ത് ഇങ്ങനെ ക്ലിയർ ആക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഞാൻ അടുത്ത ഈ പ്രൈമർ അടിക്കുന്ന വീഡിയോ ഉണ്ടാവും കേട്ടോ. ഈ പ്രൈമർ അടിക്കണ മൊത്തം ഈ അടിക്കുന്ന വീഡിയോ ഇന്നത്തെ കാണാം കേട്ടോ. നമ്മളെ മറ്റേ ചാനൽ ഉണ്ടാവും, അത് നോക്കിയാൽ കാണാം. ഓക്കെ, ബൈ.